panikoorkka, njavarayila, karapooravalliila എന്നൊക്കെ പറയും. അപ്പോൾ ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കുന്നവർ പലരും തലവേദനയും മുടി കൊഴിച്ചിലും ഒക്കെ ഉള്ളതായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഡൈ ആണ്. ഇനി പനിക്കൂർക്ക ഇലയുടെ കൂടെ നമുക്ക് നെല്ലിക്ക ചേർക്കാം. ഇനി എത്ര നമ്മൾ പനിക്കൂർക്ക ഇല ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടോ അത്രയും തന്നെ മൈലാഞ്ചി ഇലയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചി ഇല ഇല്ലെന്നുണ്ടെങ്കിൽ ഹെന്ന പൗഡർ ചേർത്താൽ മതി, പക്ഷേ അത് ആദ്യമേ ചേർക്കണ്ട. അതുപോലെ തന്നെ പച്ചനെല്ലിക്ക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെല്ലിക്ക പൊടി നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്നത് അത് വാങ്ങിച്ചിട്ട് അതും ചേർക്കാം. പക്ഷേ പൊടിയായിട്ട് ചേർക്കുമ്പോൾ നമ്മൾ ഒന്നും ആദ്യമേ ചേർക്കരുത്. ഇതിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് പൊടിയിട്ട് നല്ല കടുപ്പത്തിൽ തിളപ്പിച്ച തേയിലവെള്ളം വേണം. അപ്പോൾ ഞാനിവിടെ കടുപ്പമുള്ള 1 ഗ്ലാസ് തേയിലവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് എനിക്ക് ആവശ്യമില്ല. ഞാനതിപ്പോൾ അരച്ച് ചേർക്കുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം അരയ്ക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ പനിക്കൂർക്കയിലയും നെല്ലിക്കയും കൂടി ചേർത്തിട്ടാട്ടോ അരയ്ക്കുന്നത്. ഇത് ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരു ദിവസം ഓവർനൈറ്റ് വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം ഇത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് അന്ന് രാത്രി ഫുള്ളത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളെടുത്ത് യൂസ് ചെയ്യാം. സാധാരണ നാച്ചുറലായിട്ടുള്ള കുറേ ഹെയർ ഡൈ ഹെയർ പാക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നീരിറക്കം തലവേദനയൊക്കെ ഉണ്ടാവും, ആ തണുപ്പ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഇതിലിപ്പോൾ പനിക്കൂർക്ക എന്നൊരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള നീരിറക്കമോ ജലദോഷമോ തലവേദനയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മുടെ മുടിയിലുള്ള എണ്ണമയം കംപ്ലീറ്റ് കളഞ്ഞിട്ട് വേണം കേട്ടോ. നമ്മൾ സാധാരണ ഡൈ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ കംപ്ലീറ്റ്ലി ഹെയർ വാഷ് ചെയ്തിട്ട് വേണം ഈ ഡൈ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസം യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇടവിട്ടുള്ള ദിവസങ്ങൾ ചെയ്യാണ്ട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പനിക്കൂർക്കയും നെല്ലിക്കയും കൂടി അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും അരച്ചെടുക്കുമ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. കാരണം പനിക്കൂർക്ക ഇലയിൽ ഓൾറെഡി നമുക്കറിയാമല്ലോ നന്നായിട്ട് വാട്ടർ കണ്ടന്റ് ഉണ്ട്. അതിനുശേഷം നമുക്ക് മൈലാഞ്ചി ഇലയും ആവശ്യത്തിന് മാത്രം തേയിലവെള്ളം യൂസ് ചെയ്ത് മൈലാഞ്ചി ഇല അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇന്ന് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇന്ന് രാത്രി ഫുള്ള് അതങ്ങനെ തന്നെ അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് നാളെ ആകുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇത് ഓവർനൈറ്റ് കീപ്പ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളൊരു ഗ്ലാസിൻ്റെ ബൗളോ അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ ബൗളോ ഒക്കെ എടുത്തിട്ട് അതിൽ എടുത്ത് വയ്ക്കുക. മാക്സിമം പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കണ്ടെയ്നേഴ്സ് അവോയ്ഡ് ചെയ്യാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സത്തും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇറങ്ങും. അതും മുടി വളരാനായിട്ട് വളരെ നല്ലതാണ്. ഇപ്പം ഇത് നമ്മൾ അരച്ചെടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു നൈറ്റ് ഫുൾ ഇത് അങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടുണ്ടാവും. ഇനി ഇത് സാധാരണ പോലെ തന്നെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത സമയത്ത് ഒരു 4 hours എങ്കിലും മിനിമം നമ്മളിത് ഹെയറിൽ വെച്ചിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. നമുക്കിത് ഒറ്റ ദിവസം കൊണ്ട് സിംഗിൾ സ്റ്റെപ്പിൽ റിസൾട്ട് കിട്ടില്ല. കാരണം ഇത് നാച്ചുറലാണ്, വേറെ കെമിക്കൽസ് ഒന്നുമില്ല, നാച്ചുറൽ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഒരു 1 month ഇതുപോലെ തന്നെ ആഴ്ചയിൽ 2-3 ദിവസം കംപ്ലീറ്റ്ലി ഈ രീതിയിൽ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന ഹെയറും ഇതുപോലെ തന്നെ ഗ്രേ ഹെയർ മാറിയിട്ട് ബ്ലാക്ക് ഹെയർ ആയിട്ട് മാറും.